മാനം നോക്കി നിൽക്കുകയാണ് കേട്ടോ KSEB. മഴയൊന്ന് പെയ്താൽ KSEBക്ക് മാനം തെളിയും. അല്പം ആശ്വാസം നൽകുന്നൊരു വാർത്ത കൂടി വരുന്നു. സംസ്ഥാനത്ത് മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പ്. കാസർഗോഡ്, കണ്ണൂർ, തൃശ്ശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. 8 ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. അഷണ്ടിയാഗോ ഉണ്ട്. അഷണ്ടിയാഗോ മഴ പെയ്തില്ലെങ്കിൽ സർക്കാരിനൊരു പിടിയുമില്ല. പക്ഷേ അനുഗ്രഹിക്കാൻ മഴയെങ്കിലും എത്തുമോ എന്ന പ്രതീക്ഷയിലാണ് നമ്മൾ. ആശ്വാസമായി മഴ കൂടും എന്ന വാർത്തയാണോ? അരുൺ, മഴ വീണ്ടും എത്തുന്നത് വലിയ ആശ്വാസമാണ്. കാരണം സംസ്ഥാനത്തെ ഇരുട്ടിലാക്കിയ വൈദ്യുതി നിയന്ത്രണത്തിന് കാരണം മഴയില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്തായാലും വീണ്ടും മഴ സജീവമാവുകയാണ്. പടിഞ്ഞാറൻ കാറ്റിന്റെ ശക്തി വർദ്ധിച്ചതോടെയാണ് വീണ്ടും മഴ സജീവമാകുന്നത്. തൃശൂർ ജില്ലയിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത തുടരുന്നതിനാൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും തുടരുകയാണ്. നാളെയും മഴ തുടരാനുള്ള സാധ്യതയാണ് ഉള്ളത്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനുമുള്ള സാധ്യതയാണ് പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. മഴ ശക്തമായതോടെ തൃശ്ശൂരിൽ നാശനഷ്ടവും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തൃശ്ശൂർ മദർ ആശുപത്രിയിലെ പാർക്കിങ്ങിനോട് ചേർന്നുള്ള മതിൽ കനത്ത മഴയിൽ ഇടിഞ്ഞ തകർന്നു വീണ ഒരു അപകടമുണ്ടായിട്ടുണ്ട്. സംഭവ സമയത്ത് പാർക്കിംഗ് ചെയ്തിരുന്ന നിരവധി ഇരുചക്ര വാഹനങ്ങൾ മണ്ണിനടിയിലായി ഉണ്ട്. രക്ഷാപ്രവർത്തനത്തിലെ ബൈക്കുകളുടെ സ്കൂട്ടറുകളും പുറത്തെടുത്തെങ്കിലും വാഹനങ്ങൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്യാത്തത് വലിയ ആശ്വാസകരമാണ്. എന്തായാലും സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ ശക്തമാകും എന്നൊരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. തലസ്ഥാനത്ത് ഇപ്പോൾ അതിശക്തമായ മഴയാണ് ഇടവിട്ടുള്ള നേരങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അരുൺ, താങ്ക് യു. അശ്വിനാണ് വിവരങ്ങൾ നൽകിയത്.